ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പഴയ രീതിയിൽ ഭീഷണി ഉയർത്തി ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേൽ ഭയക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ സൗത്ത് ലെബനനിൽ നിന്നും 6 റോക്കറ്റുകൾ അയച്ചാണ് ഹിസ്ബുള്ള ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ 2 മാത്രമേ തകർക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് IDF തന്നെ സമ്മതിച്ചതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ലെബനനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം പരസ്പരം ആക്രമിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും കരാർ ലംഘിച്ച് പലതവണ ലെബനനെ ആക്രമിക്കുന്ന IDFന്റെ നടപടിക്ക് ഹിസ്ബുള്ള തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് എന്ന് അഭ്യൂഹങ്ങൾ പരക്കുന്നത് ഇസ്രായേലിനെ ആകെ ഇപ്പോൾ ടെൻഷനിലാക്കിയിരിക്കുകയാണ്. സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ അട്ടിമറിയോടുകൂടി ഇറാനിൽ നിന്നും സിറിയ വഴി ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തുന്നത് തടയപ്പെട്ടു, ഹിസ്ബുള്ള ക്ഷയിച്ചു, നിരായുധരായി എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഇസ്രായേൽ അനുകൂലികളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ നേരെ ഉണ്ടായിട്ടുള്ളത്. ഈ ആക്രമണം IDFൽ ഭയവും നിരാശയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ലെബനോണിലേക്ക് ഡസൻ കണക്കിന് റോക്കറ്റുകൾ അയച്ചാണ് ഇസ്രായേൽ പ്രതികാരം നിർവഹിച്ചിട്ടുള്ളത്. ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകളും കമാൻഡ് സെന്ററുകളും നശിപ്പിച്ചതായിട്ട് IDF അവകാശപ്പെടുന്നുമുണ്ട്. ഇസ്രായേൽ ലെബനോൺ ധാരണയുടെ നഗ്നമായ ലംഘനവും ഇസ്രായേൽ പൗരന്മാർക്ക് നേരെയുള്ള ഭീഷണിയുമാണ് ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ ഈ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ലെബനോനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കരാർ പാലിക്കുന്നതിന് ലെബനോൺ രാഷ്ട്രമാണ് ഉത്തരവാദി എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ലെബനോന് താക്കീത് നൽകി. ഭാവിയിലെ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ തടഞ്ഞില്ലെങ്കിൽ ലെബനോൻ ആക്രമിക്കും എന്നാണ് IDFന്റെ മേധാവി ഇയാൽ സമീർ പറയുന്നത്. എന്നാൽ ഇതേ കരാർ പാലിക്കുന്നതിൽ ഇസ്രായേലിനും ഉത്തരവാദിത്തമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. വെടിനിർത്തൽ ആരംഭിച്ചത് മുതൽ ഇസ്രായേൽ ലെബനോനിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കരാറിനെ മാനിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇതുവരെ തിരിച്ചടിക്കാതിരുന്നത്. തന്നെയുമല്ല, ജനങ്ങളുടെ മരണസംഖ്യ കുറയ്ക്കാനും ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആയുധങ്ങളില്ലാത്തതുകൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമിക്കാത്തത് എന്ന് വിശ്വസിക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഗറില്ലകൾക്ക് ആയുധങ്ങൾ വരുന്ന വഴി ആർക്കും കണ്ടെത്താൻ കഴിയില്ല. ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയ്ക്കുള്ള ആയുധങ്ങളുടെ വരവ് സിറിയൻ ഇടനാഴിയിലൂടെ ആയിരുന്നെങ്കിൽ, അത് സിറിയൻ ഗവൺമെന്റ് ഇപ്പോൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറ്റുള്ള വഴികൾ അവർ കണ്ടെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശത്രുക്കൾ ചുറ്റുമുള്ള സ്ഥിതിക്ക് അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ബെയ്റൂത്ത്, ദഹിയ, നബാത്തിയ, ബോക്കോ താഴ്വരകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഷിയാക്കളായ അവരുടെ ആളുകളുടെ തകർന്നുപോയ താമസ സ്ഥലങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും പുതിയ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. അവർ അതിനുവേണ്ടി പണം വിതരണം ചെയ്യുന്നതായി ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഹിസ്ബുള്ള ഒരുക്കുന്ന ഈ പ്രദേശങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് IDF നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണങ്ങളുടെ തോത് ദിവസവും വർദ്ധിച്ചപ്പോഴാണ് ഹിസ്ബുള്ള ഇപ്പോൾ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഹിസ്ബുള്ള തീർന്നു എന്ന് വിശ്വസിച്ച IDFനെ സംബന്ധിച്ച് ഈ ആക്രമണം പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലെ കുടിയേറ്റക്കാർക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് സൈറണുകൾ മുഴക്കുന്ന തിരക്കിലാണ് ഈ സൈന്യമുള്ളത്. അവിടെയുള്ള കുടിയേറ്റക്കാരോട് മറ്റെവിടെയെങ്കിലും തൽക്കാലം മാറി താമസിക്കാൻ IDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം ഹിസ്ബുള്ള ശക്തി ആർജിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേലിന് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഹിസ്ബുള്ള ആയുധങ്ങൾ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ IDFലുള്ളത്. അവരുടെ വൻ ആയുധ ശേഖരം നശിപ്പിച്ചു എന്ന് പലതവണ ഇസ്രായേൽ വീമ്പിളക്കിയിട്ടുള്ളതാണ്. എന്നാൽ 6 മിസൈലുകൾ ഒരേ സമയം അയക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപകടകരമായ ഒരു കരുത്താണ് എന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട്. അതുകൊണ്ട് ലെബനോനിലേക്ക് അതിഭയങ്കരമായ ആക്രമണമാണ് ഇസ്രായേലും തിരിച്ച് നടത്തുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഈ 2 കൂട്ടരും ചേർന്ന് വഷളാക്കുന്നത് മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഭയക്കുന്നതായി UN സമാധാന സേന റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഈ UN സമാധാന സേനയൊക്കെ പറഞ്ഞ ചുമ്മാതാണ്, അവർക്ക് യാതൊരു തമ്മില്ല, അവരെയും കൂടെ വമ്പിട്ട് കൊല്ലുകയാണ്. അപ്പോൾ അത് അവർ പലതും പറയും, അതാരും കാര്യമാക്കുന്നില്ല. യുദ്ധം ഒരു വശത്തോടെ നടക്കും എന്നുള്ളതാണ് രസം. ഗസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ പോലും ബന്ദിയാക്കൽ കരാറിന് ഹമാസ് ഇപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഈ കരാറിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഇസ്രായേലിൻ്റെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ചിലർ ഈ
ജെറുസലേം പോസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഹമാസിന്റെ നിലപാടുകൾ കണക്കിലെടുത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ ഗസയിൽ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഈ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുടെ ഉത്തരവ്. അതിനായി പറയുന്ന ന്യായം, ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഒരു കരാർ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഹമാസ് താല്പര്യം പ്രകടിപ്പിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഗസയുടെ ഭാഗങ്ങൾ പിടിച്ചെടുക്കാനും അവിടെ സൈന്യത്തെ നിലനിർത്താനും ആഗ്രഹിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഇയാളുടെ ഈ നിർദ്ദേശത്തിന് പിന്നാലെ ഇസ്രായേലിൽ നെതന്യാഹു ഭരണത്തിനെതിരെയും ഈ പ്രതിരോധ മന്ത്രിക്കെതിരെയായിട്ട് വളരെയധികം പ്രതിഷേധങ്ങൾ വർദ്ധിക്കുകയാണ്. ഇത്തരം ഉത്തരവുകൾ ഇനി ബാക്കിയുള്ള ബന്ദികളെ കൊലയ്ക്ക് കൊടുക്കാനും പുതിയ സൈനികരെ കൂടി തീവ്ര സംഘടനകൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ഞങ്ങളുടെ കുട്ടികളെ വിട്ടുതരില്ല എന്നും ഈ പ്രതിഷേധക്കാർ വിളിച്ചു പറയുന്നുണ്ട്. ബന്ദികളെ നിങ്ങൾക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജിവെച്ച് പോകണം എന്നാണ് അവർ വിളിച്ചു പറയുന്നത്. അതല്ലെങ്കിൽ മാന്യമായി ഹമാസുമായി ഒരു കരാറിന് തയ്യാറാവണം. ഇത് രണ്ടുമല്ലാതെ യുദ്ധം കണ്ട് നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല എന്നവർ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇസ്രായേലിന്റെ വ്യോമാക്രമണം കാരണം ഹമാസ് നയം മാറ്റുമെന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അതൊരു ഭ്രാന്തൻ ചിന്ത മാത്രമാണ് എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ യുദ്ധം എന്നേ അവസാനിച്ചേനെ എന്നവർ ചോദിക്കുന്നതിനും കാര്യമുണ്ട്. അതോടൊപ്പം ഇസ്രായേലിനെ പുതിയ ഭീഷണിയാണ് ഇപ്പോൾ ഹൂത്തികളും ഉയർത്തുന്നത്. ബെൻഗുരിയോൺ വിമാനത്താവളം വ്യോമഗതാഗതത്തിന് സുരക്ഷിതമല്ലാതായി മാറിയെന്നും ഗാസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നത് വരെ ഞങ്ങൾ ഈ വിമാനത്താവളത്തെ ആക്രമിക്കുന്നത് തുടരുമെന്നും യമൻ സായുധ സേന എല്ലാ വിമാന കമ്പനികൾക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് ഇപ്പോൾ വിമാന കമ്പനികൾ മടിക്കുന്നു എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇത് ഇസ്രായേലിനെ കൂടുതൽ കുഴപ്പത്തിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.